നമ്മളധികം പേരൊന്നും ട്രൈ ചെയ്യാത്തൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തേത്. ബ്ലാക്ക് റൈസ് പുഡിംഗ് അഥവാ ചക് ഹാവോ ഗീർ. ഇതൊരു മണിപ്പൂരി നാഗാലാൻഡി റെസിപ്പിയാണ് കേട്ടോ. ഇതിന് വേണ്ടി ഞാൻ 1 കപ്പ് ബ്ലാക്ക് റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഫൈബർ റിച്ച് ആയിട്ടുള്ള അരിയായതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസിനും വെയിറ്റ് ലോസ് ഡയറ്റിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയൊരു റൈസാണ്. ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ടുള്ള 1 കപ്പ് റൈസ് 3 കപ്പ് വെള്ളം ചേർത്ത് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കുക്കറിലൊരു 5 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നോർമൽ റൈസ് പോലല്ല, കുറച്ച് വേവുള്ള റൈസാണ് കേട്ടോ. വെന്ത് വന്നിട്ടുള്ള ബ്ലാക്ക് റൈസ് ഞാനിതുപോലെ ഈക്വലാക്കി ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഹാഫ് ഞാൻ പഞ്ചസാരയിലും ഹാഫ് ശർക്കരയിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഞാൻ 1 കപ്പ് പാലെടുത്ത് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇത് പാലിലും തേങ്ങാപ്പാലിലും ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. അതിലേക്ക് 3 ഏലക്ക ചതച്ചതും 1 ബേ ലീഫും 1/4 കപ്പ് പഞ്ചസാരക്ക് പകരം ശർക്കര പൊടിച്ചത് ചേർക്കാട്ടോ. ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാട്ടോ. അതുപോലെ ഹണിയിലും ചെയ്തെടുക്കാം നമുക്ക്. ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഹാഫാക്കി വെച്ചിട്ടുള്ള ബ്ലാക്ക് റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി കുറുക്കിയെടുക്കണം കേട്ടോ. ഇനി അത് പായസമൊക്കെ ചെയ്യണ പോലെ തന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ കേട്ടോ. ഇത് 1/4 പോർഷൻ ഡ്രൈഡ് കോക്കനട്ട് നേരിയതാക്കി കട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഹാഫ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി ഹാഫ് ഞാൻ ശർക്കര വെച്ച് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 10 ബദാം ഉണ്ടാവും കേട്ടോ. അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കാഷ്യൂസും ചേർത്ത് കൊടുക്കണം കേട്ടോ. ബദാമും കാഷ്യൂസൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി കുറുക്കിയെടുക്കണം കേട്ടോ. നല്ല തിക്കാക്കി എടുക്കണം. ഇതിന് വളരെയധികം ഗുണങ്ങളുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കാനും ചർമ്മ സംരക്ഷണത്തിന് സഹായിക്കുന്ന ഒരു റൈസാണ് കേട്ടോ. നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റ് ഏജൻ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നോർമൽ റൈസിനും കുറച്ച് കോസ്റ്റ്ലിയാണ് കേട്ടോ ഈ റൈസ്. ബ്ലാക്ക് റൈസ് നന്നായി കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട്.